ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്യാമും അതുപോലെ തന്നെ ശ്രുതിയുടെ അച്ഛനും തമ്മിൽ വല്ലാത്ത സംസാരം നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ശ്യാം പറയണ്ട, അയ്യോ അച്ഛനെല്ലാം വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഒരിക്കലും ചേച്ചി നിർത്തട, നീ വീണ്ടും അഭിനയിക്കുകയാണോ? എടാ, നീ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് നിന്നെ സംശയമാണ്. നിന്നെ ആദ്യ കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നോടുള്ള സംശയം തോന്നിയതാണ്. ആട്ടിൻ തോലിട്ട ചെന്നായിയാടാ നീ എന്ന് പറയാണ്. ആഹാ അങ്കിൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് അവളുടെ ജീവിതവും കളഞ്ഞ് ഇപ്പൊ എന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുകയാണല്ലേ? പാവ എന്റെ പ്രമീളെ രാധേക്ക, നിന്നെ ഒരുപാട് വിശ്വസിച്ചു, എല്ലാരും നിന്നെ വിശ്വസിച്ചു. പക്ഷെ എനിക്ക് ആദ്യമേ തന്നെ നിന്റെ നോട്ടത്തിലും ഭാവത്തിലൊക്കെ സംശയം ഉണ്ടായിരുന്നടാ എന്നിങ്ങനെ പറയാണ്. അത് കൊള്ളാലോ. അപ്പൊ ഞാൻ വിചാരിച്ച പോലല്ല, കാരണം അവര് എന്നെക്കാളും ഭയങ്കര സ്പീഡാണല്ലോ എന്ന് പറയുവാണ്. അതെ, ഞാനൊരു കല്യാണം കഴിച്ചു, അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പക്ഷേ ഞാൻ അങ്കിളുടെ മകളായ ശ്രുതിനെയും കൂടി കല്യാണം കഴിക്കാം. എനിക്ക് അവളെ നോക്കാനുള്ള എല്ലാ കഴിവുണ്ട്. മാത്രമല്ല അവൾക്ക് ഒരു കുറവില്ലാണ്ട് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് നീ എന്റെ മകളെ കൂടി കല്യാണം കഴിക്കാൻ നിൽക്കുന്നോ? നാണൂരല്ല നിനക്ക് ഇങ്ങനെയൊക്കെ പറയട്ടെ. നോക്കിക്കോ, ഞാനിത് എന്റെ മോളെ വിവരം അറിയിക്കാൻ പോവാ. ഇവിടെ ഫോൺ എവിടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുക കേട്ടോ. അതിനുശേഷം അതിൽ നമ്പർ ഡയൽ ചെയ്യുവാണ്. ഈ അച്ഛൻ്റെ ഒരു കാര്യം, ഫോൺ ഇങ്ങോട്ട് തന്നെ താ അച്ഛാമായിട്ട് അശോകന്റെ കൈ പിടിച്ച് വലിച്ച് പിടിച്ച് പിരിച്ച് ആ ഫോൺ മേടിച്ച് നിലത്തേക്ക് ഇടുക കേട്ടോ. അതിനുശേഷം കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് തിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ വല്ലാതെ വേദന എടുക്കേണ്ട കൈ വിടറ എന്ന് പറയണ്ട്. നോക്ക്, ഞാൻ മര്യാദയ്ക്ക് അച്ഛനോട് പറഞ്ഞു, എനിക്ക് ശ്രുതിനെ കല്യാണം കഴിക്കണം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ, അവളെ ഒരുപാട് മോഹിച്ചതാ. അതുകൊണ്ട് അവളെനിക്ക് കെട്ടിച്ചതാ, വേറൊരു കുഴപ്പമില്ല. നോക്ക്, അല്ലെങ്കിൽ എനിക്ക് ഒരു ക്രൂരനാവേണ്ടി വരും എന്നിങ്ങനെ പറയുവാണ്. എടാ, ഞാൻ ചത്താലും കുഴപ്പമില്ല, ഒരിക്കലും എൻ്റെ മോളെ നിനക്ക് വിവാഹം ചെയ്ത് തരില്ലടാ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്യാമിന്റെ മുഖഭാവമൊക്കെ മാറുവാട്ടാ. താൻ തരില്ലേടോ, തരില്ലേ താൻ എനിക്ക് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്യാം നമ്മുടെ ശ്രുതി അച്ഛനെ കൈ ശരിക്കും പിടിച്ചിങ്ങനെ തിരിക്കുക കേട്ടോ. അപ്പൊ തന്നെ ശ്രുതി അച്ഛനെ വല്ലാതെ വേദനിക്കുന്നുണ്ട്. അപ്പൊ തന്നെ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ശ്രുതി അച്ഛന് ഒരു നെഞ്ചുവേദനയും കൂടി വരുന്നത്. അപ്പൊ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ കൈ വെക്കുമ്പോഴേക്കും ശ്യാം എന്താ അങ്കിൾ നെഞ്ചുവേദന വരുന്നുണ്ടോ? അയ്യോ അങ്കിൾ വാ അങ്കിൾ ഇവിടെ ഇരിക്കെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റെപ്പിൽ അവിടെ ഇരുത്തുക കേട്ടോ. അയ്യോ അങ്കിൾ നെഞ്ചുവേദനയ്ക്കുള്ള മരുന്ന് ഇവിടെ ഉണ്ടാവുമല്ലോ, ഞാൻ എടുത്തുകൊണ്ട് വരാവേ, അങ്കിൾ വിഷമിക്കേണ്ട, ഞാൻ ഇപ്പം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേഗം റൂമിലേക്ക് പോവാം. എന്നിട്ട് മെഡിസിൻ ബോക്സ് എടുക്കുന്നുണ്ട്. അതിൽ മരുന്നൊക്കെ തപ്പുമ്പോൾ ഒരു ചെറിയൊരു ഇതില് സ്ട്രിപ്പിൽ മരുന്ന്, റെഡ് കളർ മരുന്ന് കാണുന്നുണ്ട്. അയ്യോ അങ്കിൾ ഇതില്ലേ അങ്കിളുടെ നെഞ്ചുവേദനയ്ക്കുള്ള മരുന്ന് ഞാൻ തരാം, അങ്കിൾ പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിലൊരു മരുന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇന്ന് അങ്കിൾ വായ തുറക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സുദേശം വായ തുറക്കുമ്പോഴേക്കും അയ്യോ വായ എന്ന് പറഞ്ഞിട്ട് വായയുടെ അടുത്തുവരെ കൊണ്ടുപോയിട്ട് ആ മരുന്ന് തട്ടിക്കളയുക കേട്ടോ. എന്നിട്ട് ചിരിക്കുകയാണ്. അയ്യോ അങ്കിൾ പേടിക്കണ്ട, എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് ആ മരുന്ന് പോയതാ, പക്ഷേ വേറെ മരുന്ന് ഞാൻ എടുക്കാം, അങ്കിൾ പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു മരുന്ന് കൂടി പൊട്ടിക്കുകയാണ്. വായ തുറക്കുക അങ്കിൾ എന്ന് പറയുമ്പോൾ സുദേശം വീണ്ടും വായ തുറക്കുകയാണ്. എന്നിട്ട് ആ മരുന്ന് വീണ്ടും അങ്ങോട്ടേക്ക് വലിച്ചെറിയാണ്. അതിനുശേഷം അങ്കിൾ ഇനി കുറച്ച് മരുന്ന് കൂടി ബാക്കിയുണ്ട്, അങ്കിൾ പേടിക്കണ്ട കേട്ടോ അവിടെ വീണ്ടും മരുന്ന് പൊട്ടിക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞ് കളയുക കേട്ടോ. ശ്രുതിരച്ഛൻ നെഞ്ചുവേദന കൊണ്ട് ഇങ്ങനെ പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഗുണ്ടകളെടുത്ത് വളരെ അശ്വിനാണെങ്കിൽ ഗുണ്ടകളെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു ഗുണ്ട നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ് പിടിച്ചു വലിക്കും കേട്ടോ. താൻ എന്താണോ കാണിക്കുന്നത്, കൈ വിടറോ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴേക്കും അത് കാണുന്ന അശ്വിന് ആകെ ദേഷ്യവരാണ്. അശ്വിൻ വേഗം തന്നെ അയാളുടെ നെഞ്ച് നോക്കിയിട്ട് ഒരു ഒറ്റ ചവിട്ടായിട്ട് അയാൾ അപ്പം തന്നെ നിലത്തേക്ക് വീഴുന്നുണ്ട്. അതിനുശേഷം അയാളെ പിടിച്ച് എടുത്ത് മുഖത്തും തലയിലും ഒക്കെ ഒരുപാട് അടിക്കുന്നുണ്ട്. അയാൾ പെട്ടെന്ന് തന്നെ അയാൾക്ക് വല്ലാത്ത ഒരു മരിക്കുന്ന വരെ അശ്വിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, സർ എന്താ കാണിക്കണത്, അതിന് മാത്രം എന്ത് തെറ്റി അയാൾ ചെയ്തത്, ഇങ്ങനെ അടിക്കില്ല സർ, ഇനിയും കൂടി അയാൾ അടിച്ച് അയാൾ മരിച്ചു പോകും എന്ന് പറയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അശ്വിന് ബോധം വരണ പോലെ കാണിക്കണത്. അശ്വിൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ബോധം വരുന്നതാകുമ്പോഴേക്കും തല ഇങ്ങനെ ആക്കുമ്പോഴേക്കും ആൾ പെട്ടെന്ന് അവിടെ വല്ലാത്തൊരു അവസ്ഥയിൽ ജീവന് വേണ്ടി പെടയണ അവസ്ഥയാണ്. ആ സമയത്ത് അശ്വിന് ഞാൻ എന്താ ഈശ്വരൻ ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ രീതിയിൽ അശ്വിന് ആകെ വിഷമമാണ്. അതിൽ ശ്രുതി പറയുന്നുണ്ട്, സാർ എന്താ സാർ ഈ കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അയാൾ എന്നെ ഒന്ന് പിടിച്ച് വലിച്ചതിനുണ്ടോ സാർ ഇത്രമാത്രം അയാളെ തല്ലിയത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അശ്വിനൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിൽ അശ്വിൻ അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. അതേസമയം ശ്രുതിയുടെ അശ്വിനാണെങ്കിൽ നെഞ്ചുവേദന എടുത്ത് ഇങ്ങനെ പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ പതുക്കെ എഴുന്നേറ്റ് അശോകൻ അവിടുത്തെ ഒരു കസേരയിൽ പോയി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നെഞ്ചിനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി അശോകനെ സാധിക്കുന്നുണ്ട്. പതുക്കെ ശ്വാസം എടുത്ത് തുടങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ ശ്യാമിന് ആകെ ദേഷ്യം വരണേ. അങ്കിൾ ഓക്കെ ആയോ അച്ഛാ, കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ,
കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല, ഒരു കാര്യം ഞാൻ ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തോർത്ത് എടുക്കുവാണ്. ആ തോർത്ത് ഇങ്ങനെ ഉരുട്ടി നമ്മുടെ അശോകനെ കഴുത്ത് വഴി ഇടുക കേട്ടോ. അതിനുശേഷം അശോകനെ കഴുത്തിൽ പിടിച്ച് വിരിക്കുകയാണ്. എടോ താൻ മരിക്കടോ, താൻ മരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. താൻ ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ മക്കളുടെ കല്യാണം ചിലപ്പോൾ നീട്ടി വെക്കേണ്ടി വരുമെന്ന്. സാരമില്ല, ഞാൻ എൻ്റെ ശ്രുതിക്ക് വേണ്ടി കുറച്ച് കാലം കൂടി വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാത്തിരിക്കാം, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്കിള് ഓക്കെ ആയാൽ മതി എന്നൊക്കെ മതി കളിയാക്കണ പോലെ വിക്കുവരെന്ന് പറയുക കേട്ടോ. ആ സമയത്ത് അശോകാണെങ്കിൽ ആകെ വേദന വേണ്ടി പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദന എടുത്തിട്ട് ജീവന് വേണ്ടിയിട്ട്. ആ സമയത്ത് ശ്യാമാണ് ഭയങ്കര മുറുക്കി പിടിക്കാണ്. താൻ മരിക്കേ, താൻ ശവമാവണവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം കേട്ടോ, ശവമാവണവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, തരാം ജീവൻ ഇങ്ങനെ പതുക്കെ മുകളിലേക്ക് പോവില്ലേ, അതുവരെ ഞാനിവിടെ ഉണ്ടാവും, പേടിക്കണ്ട അച്ഛൻ സുഖമായിട്ട് മരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കഴുത്തിങ്ങനെ പിരിക്കുകയാണ്. പെട്ടെന്നാണ് പുറത്ത് ഒരു ഓട്ടോറിക്ഷ വരുന്നത്. അതിൽ നമ്മുടെ പ്രീതിയും അമ്മയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് 160 രൂപ. തൻ്റെ ഈ പാട്ട സ്വർണം കൊണ്ടിട്ടാണ് ഉണ്ടാക്കിക്കണത്, ആകെ ഒരു 1.5 കിലോമീറ്റർ ആയുള്ളൂ, അപ്പോഴേക്ക് 160 രൂപ, പാവങ്ങളിങ്ങനെ പിഴിയല്ലേടോ എന്നൊക്കെ അമ്മായി പറയുവാണ്. ആ സമയത്ത് പ്രമീള പറയാണ്ട് കൊടുക്ക് രാധയെന്ന് പറയുകയാണ്. എടുത്തൊന്നും മിണ്ടാതിരുന്നേ, തനിക്ക് പൈസ എന്താണ് 160 രൂപ, താനെന്താ പാവങ്ങളിങ്ങനെ പിഴിയാണോ, അങ്ങനെ വാങ്ങിയ വാക്ക് തിരക്കും കേട്ടോ. ആ സമയത്ത് പുറത്താരോ വന്നതാണല്ലോ തോന്നുന്നത് ഇതുപോലെ പുറത്തു പോയി നോക്കുമ്പോഴാണ് അമ്മായിയും അതുപോലെ തന്നെ പ്രമീളയും അമ്മായിയും അതുപോലെ തന്നെ രാധയും പ്രീതിയൊക്കെ വന്ന് നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എടോ അവർ വന്നു, അതിനു മുമ്പ് താൻ ചാവടോ എന്ന് പറഞ്ഞിട്ട് ആ തോർത്ത് വേഗം എടുത്ത് മാറ്റിയിട്ട് ശ്യാം കൈ വെച്ച് ഇങ്ങനെ അമർത്തുവാട്ടോ കഴുത്തിൽ. അതിനുശേഷം നമ്മുടെ അമ്മായി ആ 160 രൂപ കൊടുത്തതിന് ശേഷം അകത്തേക്ക് കയറാൻ മുമ്പ് അശോകേട്ടൻ വന്നു തോന്നണല്ലോ, ശ്യാമോന്റെ ചെരിപ്പുണ്ട്, അപ്പൊ രണ്ടുപേരും അകത്തുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറും. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ശ്യാം ആ തോർത്തെടുത്തിട്ട് ഇങ്ങനെ കുടയുവാട്ടോ. എന്നിട്ട് ഇങ്ങനെ വീശി കൊടുക്കുവാണ് അശ്വതിയുടെ അച്ഛൻ. അച്ഛ പേടിക്കണ്ട കേട്ടോ, ഒന്നുമില്ല, അച്ഛൻ എന്ത് പറ്റിയച്ചാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ അഭിനയിക്കുവാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ രാധയും പ്രമീളയും പ്രീതിയും കൂടി പെട്ടെന്ന് അച്ഛ അശോകേട്ട എന്ത് സംഭവിച്ചു, എന്താ ശ്യാമോ സംഭവിച്ചത്, എനിക്കറിയില്ല അമ്മായി, ഞാൻ ഇപ്പൊ കയറി വന്നേ ഉള്ളൂ. ആ സമയത്ത് നമ്മുടെ അച്ഛൻ നിലത്ത് കിടന്ന് ജീവന് വേണ്ടി പെടയുമായിരുന്നു, ഞാനെടുത്തിപ്പോ കസേരയിൽ വെച്ചേ ഉള്ളൂ. പ്രമീളെ ആ ഓട്ടോ പോയിട്ടുണ്ടാവുമോ ഒന്ന് നോക്കിക്കേ എന്ന് പറയുവാണ്. പേടിക്കണ്ട പ്രീതി, പേടിക്കണ്ട അമ്മായി, പേടിക്കണ്ട കേട്ടോ, ഞാൻ വേറെ ഓട്ടോ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ്. ഇനി പുറത്ത് പോയിട്ട് ഓട്ടോയിലാണോ ആംബുലൻസ് ആണ് തന്നെ വിളിക്കേണ്ടത്, താൻ ശവോയിലോ, ഇനി തനിക്ക് എന്തിനാ ഓട്ടോ, ഇനി ആംബുലൻസിൽ തന്നെ കയറ്റിക്കൊണ്ട് പോകണം, മൂക്കിൽ പനി വെച്ച് തിരിച്ചു കൊണ്ടുവരാൻ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുക കേട്ടോ. സമയത്തിന് ഓട്ടോയും ടാക്സി ഒന്നും വിളിക്കാണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമ. അതേസമയം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയും അശ്വിനോട് വണ്ടിയിലേക്ക് കയറുവാണ്. തിരിച്ച് കാറിൽ കയറുമ്പോഴേക്ക് ശ്രുതി ചോദിക്കേണ്ടത് എന്തിനാ സാർ അയാൾ അത്രമാത്രം അടിച്ചത്, സാറിന് ഇത്രയും ദേഷ്യം വരാനും സാറിന്റെ മീറ്റിംഗ് മുടങ്ങാനും ലക്ഷക്കണക്കിന് രൂപ നഷ്ടം ഉണ്ടാവാനും എല്ലാത്തിനും കാരണം ഞാനാണ്, സാറിന് 2 വഴക്കെങ്കിലും പറ സാർ, എനിക്കറിയാം ഞാൻ വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്, ഞാൻ കണ്ട സാറിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി, സാറിന്റെ വഴക്ക് പറ സാർ, അങ്ങനെയെങ്കിലും എനിക്കൊരു സമാധാനമാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വരുന്ന് പറയുമ്പോഴും അശ്വിനൊന്നും തന്നെ ശ്രുതി എടുത്ത് മിണ്ടുന്നില്ല കേട്ടോ. അതേസമയം നമ്മുടെ അശോകനെയും കൂട്ടിക്കൊണ്ട് പ്രീതിയും പ്രമീളയും രാധയും ശ്യാമും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ICUലേക്ക് കയറ്റുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് പ്രീതി ചോദിക്കുമ്പോൾ അയാളുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണെന്ന് പറയാണ്. ആ സമയത്ത് ശ്യാം പറയണ്ട ക്രിട്ടിക്കലോ, അച്ഛനെങ്ങനെയും രക്ഷിക്കണം ഡോക്ടർ എന്നൊക്കെ പറയണം. അയാളിപ്പോൾ കൊണ്ടുവന്നില്ലുള്ളൂ, ഞാൻ നോക്കട്ടെ, കുറച്ച് ക്രിട്ടിക്കലാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അകത്ത് കയറുക. ആ സമയത്ത് ശ്യാം പ്രീതിയത്ത് പറയണ്ട പ്രീതി ശ്രുതിനൊന്ന് വിളിക്കണം എന്നിങ്ങനെ പറയണം. ഞാൻ വിളിക്കാം ശ്യാം സർ എന്ന് പറഞ്ഞിട്ട് പ്രീതി ഇങ്ങനെ കരഞ്ഞോണ്ട് പോകുക കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. നാളെ കാണാൻ പോകുന്നതും ഇങ്ങനത്തെ ഭാഗം തന്നെയാണ്. പക്ഷെ ശ്രുതിയും വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്, അശ്വിനും വരുന്നുണ്ട്. ശ്രുതി അശ്വിനെ കെട്ടിപ്പിടിച്ച് കഴിയുന്ന ഭാഗം അപ്പോൾ നാളെ ആയിരിക്കട്ടെ, നാളെ അല്ല തിങ്കളാഴ്ച ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.